ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ജയത്തോടെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തി ഉനായി എമറിയുടെ അസ്റ്റൺ വില്ല. ഇന്ന് ബേൺലിയെ നേരിട്ട അസ്റ്റൺ വില്ല 2-നെതിരെ 3 ഗോളുകളുടെ വിജയമാണ് സ്വന്തമാക്കിയത്. മത്സരത്തിന് അവസാന മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റിയിലൂടെയാണ് അസ്റ്റൺ വില്ല ബേൺലിയുടെ വെല്ലുവിളിയെ ഇന്ന് മറികടന്നത്. വില്ല പാർക്കിൽ നടന്ന മത്സരത്തിൽ ലിയോൺ ബെയ്ലിയുടെ ഗോളിലൂടെ വില്ല ആദ്യ ലീഡെടുത്തു. എന്നാൽ തൊട്ടു പിന്നാലെ സെക്കിയിലൂടെ ബേൺലി മത്സരത്തിനൊപ്പമെത്തി. ആദ്യ പകുതി അവസാനിക്കും മുൻപ് 42-ാം മിനിറ്റിൽ ഡിയാബിയിലൂടെ അസ്റ്റൺ വില്ല ലീഡ് തിരിച്ചുപിടിച്ചു. സ്കോർ 2-1. രണ്ടാം പകുതിയിൽ 56-ാം മിനിറ്റിൽ ബേൺലി താരം സാൻഡർബർഗ് റെഡ് കാർഡ് കിട്ടി പുറത്തേക്ക്. 10 പേരുമായി കളിച്ച ബേൺലി എന്നാൽ 71-ാം മിനിറ്റിൽ ഫോസ്റ്ററുടെ ഗോളിൽ മത്സരത്തിൽ വീണ്ടും ഒപ്പമെത്തി. മത്സരം സമനിലയിലേക്കെന്ന് തോന്നിക്കവേ 89-ാം മിനിറ്റിൽ വില്ലയ്ക്ക് അനുകൂലമായി പെനാൽറ്റി കിക്കെടുത്ത ഡഗ്ലസ് ലൂയിസ് വില്ലയുടെ വിജയം ഉറപ്പാക്കി. സ്കോർ 3-2. ജയത്തോടെ 20 കളികളിൽ നിന്ന് 42 പോയിന്റുമായി വില്ല രണ്ടാം സ്ഥാനത്തേക്ക്. മറ്റൊരു മത്സരത്തിൽ ചാമ്പ്യന്മാരായ സിറ്റി എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഷെഫീൽഡ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി. ഇതിൽ ആദ്യ പകുതിയിൽ 14-ാം മിനിറ്റിൽ ഫോഡന്റെ അസിസ്റ്റിൽ റോഡ്രിയിലൂടെ സിറ്റി ആദ്യ ലീഡെടുത്തു. രണ്ടാം പകുതിയിൽ 61-ാം മിനിറ്റിൽ ഫോഡന്റെ തന്നെ അസിസ്റ്റിൽ ജൂലിയൻ അൽവാരസ് സിറ്റിയുടെ 2ാം ഗോളും നേടി വിജയം ഉറപ്പിച്ചു. മത്സരത്തിൽ 81% പൊസിഷൻ കീപ്പ് ചെയ്ത സിറ്റി 1000 പാസുകൾ 94% കൃത്യതയോടെ പൂർത്തിയാക്കി. ജയത്തോടെ 19 കളികളിൽ നിന്ന് 40 പോയിന്റുമായി സിറ്റി ലീഗിൽ 3ാം സ്ഥാനത്തേക്കെത്തി. പ്രീമിയർ ലീഗിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ ലുട്ടൺ ടൗണിനെ പരാജയപ്പെടുത്തി ചെൽസി ഈ വർഷം ജയത്തോടെ പൂർത്തിയാക്കി. 12-70 മിനിറ്റുകളിൽ കോൾ പാൽമർ നേടിയ ഗോളുകളും 37-ാം മിനിറ്റിൽ മടുവയ്ക്കുകയും നേടിയ ഗോളിനാണ് ചെൽസിയുടെ വിജയം. 80-87 മിനിറ്റുകളിൽ ലുട്ടൺ 2 ഗോളുകൾ മടക്കി. ജയത്തോടെ 20 കളികളിൽ നിന്ന് 28 പോയിന്റുമായി ചെൽസി 10ാം സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.